നമ്മുടെ നാട്ടിൽ ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പനികളുണ്ട്. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി ചെയ്യുന്നുമുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് ശമ്പളം ഒരു മാസം ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം വെള്ളക്കാരുടെ കമ്പനികൾ ആയതുകൊണ്ട് അവിടെ സ്വസ്ഥതയും സമാധാനവും എഞ്ചിനീയർമാർക്ക് കിട്ടാറില്ല. സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, വീട്ടിൽ വന്ന് വർക്ക് ചെയ്യണം, 24 മണിക്കൂറും ഓരോ തരത്തിലുള്ള ജോബ് ഷെഡ്യൂൾ ഉണ്ടാവും, ടൈം ടേബിൾ ഉണ്ടാവും. അതിനനുസരിച്ച് ഏതൊക്കെ രീതിയിൽ നമ്മളെ ഊറ്റിയെടുക്കാമോ ആ രീതിയിലൊക്കെ നമ്മുടെ ബുദ്ധി ഊറ്റിയെടുക്കുന്ന കമ്പനികളാണ് സോഫ്റ്റ്വെയർ കമ്പനികൾ. അതുകൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരൊക്കെ ഒരു പരിധിവരെ ജോലി ചെയ്തതിന് ശേഷം വേറെ ഏതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരു പതിവാണ് ഉള്ളത്. ഇപ്പം നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു അല്ലെങ്കിൽ കമ്പനിയിൽ ജോലി ചെയ്തു വന്നതിന് ശേഷം ലാപ്ടോപ്പ് നോക്കിയിരുന്ന് പച്ചക്കറി അരിയുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ഒരു അവസ്ഥയാണ് നോക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അവസ്ഥകളുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുണ്ട്, പക്ഷേ സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഉറക്കമില്ല, കുടുംബാംഗങ്ങളുടെ കൂടെ ഒരിടത്ത് പോകാനായിട്ട് കഴിയില്ല, എന്നും പിരിമുറുക്കമാണ്, എന്നും സ്ട്രെസ്സാണ്, എന്നും തലവേദനയാണ്, എന്നും ഭയമാണ്, ഭീതിയാണ്. കാരണം സമയത്തിന് ഓരോ പ്രോജക്റ്റ് തീർത്തു കൊടുത്തില്ല എന്ന് വരികിൽ അവർ ജോലി നഷ്ടമാവും. 6 മാസം കൂടുമ്പോൾ പുതിയ പുതിയ ടെസ്റ്റുകളുണ്ട്. പുതിയ സോഫ്റ്റ്വെയറുകൾ വരുന്ന അപ്ഡേഷൻസിനെ കുറിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ കൂടെ അപ്ഡേറ്റ് ചെയ്യണം. ആ ടെസ്റ്റിൽ അവർ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ കമ്പനിയിൽ സ്ഥാനങ്ങളില്ല, മാനങ്ങളില്ല, പ്രൊമോഷനില്ല, ഒന്നുമില്ല. മാത്രമല്ല ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ഇവരെ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ അവരങ്ങ് പറഞ്ഞു വിടും. കാരണം 3 ലക്ഷം 4 ലക്ഷമൊക്കെ ശമ്പളം ഇവർക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കാലക്രമേണ എക്സ്പീരിയൻസ് വന്നതിന് ശേഷം 3 ലക്ഷം രൂപ ശമ്പളം കൊടുക്കണമല്ലോ. 4 ലക്ഷം 5 ലക്ഷമൊക്കെ ശമ്പളം വാങ്ങുന്നവരും ഉണ്ട്. അപ്പോൾ അവരെ പോറ്റി പുലർത്തുക എന്നുള്ളത് കമ്പനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടിട്ട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് അവരെ കമ്പനിക്ക് വേണ്ടി ഉപയുക്തമാക്കുന്ന രീതിയാണ് സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് ഉള്ളത്. അതാണ് സോഫ്റ്റ്വെയർ കമ്പനികളുടെ ഏറ്റവും വലിയ പരാജയം.